I am Shida. Today we are going to discuss the topic Sarva Shiksha Abhiyan and Rashtriya Madhyamik Shiksha Abhiyan, its achievements and challenges particular to transcending caste and gender. പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ഡെലിഗേറ്റ്സ് കൂടി ചേർന്നിട്ട് ഒരു കോൺഫറൻസ് നടത്തി, ഒരു വേൾഡ് കോൺഫറൻസ് നടത്തി. 1990 നടക്കുന്നത്. അവിടെ വെച്ച് അവരൊരു തീരുമാനം എടുക്കണം. ഇനി ഇല്ലിറ്ററസി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വായിക്കാനും എഴുതാനും കഴിയാത്ത ഒരവസ്ഥ. സോ ഇത് മാറ്റിയിട്ട് അവിടെ ലിറ്ററസി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് എഴുതാനും വായിക്കാനും അത് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എഴുതാനും വായിക്കാനും കഴിയണമെങ്കിൽ ആ വ്യക്തിക്ക് 4ാം ക്ലാസ് വരെയെങ്കിലുള്ള വിദ്യാഭ്യാസം കിട്ടണം. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും എത്തിക്കുക എന്നായിരുന്നു. സർവശിക്ഷ അഭിയാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2002 ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രൊവൈഡ് യൂസ്ഫുൾ ആൻഡ് റെലവൻറ്റ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ 6 to 14 ഏജ്. ഇത് ലോഞ്ച് ചെയ്യുന്നത്. എല്ലാവർക്കും എലിമെന്ററി എഡ്യൂക്കേഷൻ, അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ ലഭിക്കണമെന്നാണ് അതിൻ്റെ ലക്ഷ്യം. കുട്ടികൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ യൂസ്ഫുൾ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ആവശ്യം. അതുപോലെ തന്നെ ജെൻഡർ ബേസിലുള്ള, സോഷ്യൽ കാറ്റഗറി ബേസിലുള്ള യാതൊരു വ്യത്യാസവും ഇവിടെ പാടില്ല. അതായത് എല്ലാവർക്കും ഒരുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലഭിക്കണം എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. Objectives of SSL: 8 years of quality education to fill the gap between region and gender inequality. അതായത് റീജിയൻസും ജെൻഡർ തമ്മിൽ ഇൻഇക്വാലിറ്റീസ് ഒക്കെ മാറ്റുക. മാക്സിമം കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ത്രൂ എഡ്യൂക്കേഷൻ, എല്ലാ കമ്മ്യൂണിറ്റികളിൽ നിന്നും പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരും. ടു ഡെവലപ്പ് വാല്യൂസ് ത്രൂ എഡ്യൂക്കേഷൻ, ടേക്ക് കെയർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഏർലി സ്റ്റേജ് ചിൽഡ്രൻ, എഡ്യൂക്കേറ്റ് ചൈൽഡ് ഇൻ ലാക്ക് ഓഫ് നേച്ചർ. അതായത് പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ. എഡ്യൂക്കേറ്റ് ചൈൽഡ് ഇൻ ലാക്ക് ഓഫ് നേച്ചർ, റിമൂവ് സോഷ്യൽ ആൻഡ് റീജിയണൽ ഡിഫറൻസസ്. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം അവരെ മാറ്റി നിർത്തരുത്. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് നാഷണൽ ലെവൽ. അച്ചീവ്മെന്റ്സ് ഓഫ് SSL: യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. SSLയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെയും സ്കൂളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ വിജയകരമായി തന്നെ നടപ്പിലാക്കാൻ പറ്റി. ഇൻക്രീസ് എൻറോൾമെന്റ് റേറ്റ്. SSL എന്നതോടെ കൂടുതൽ കുട്ടികളും സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് പെൺകുട്ടികളും പിന്നോക്ക വിഭാഗങ്ങളിലുള്ള കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് എത്താൻ തുടങ്ങി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. SSL വഴി കുറെ സ്കൂളുകളും ക്ലാസ് മുറികളും ടോയ്ലറ്റ്സ് ഒക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. റിഡക്ഷൻ ഇൻ ജെൻഡർ. NPEGL, KGBV പോലുള്ള പദ്ധതികൾ വഴി പെൺകുട്ടികൾക്ക് പഠനത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. SSL വഴി പുതിയ കുറെ അധ്യാപകരെ നിയമിക്കുകയുണ്ടായി.
അവർക്ക് തുടർച്ചയായ പരിശീലനങ്ങളും കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. CWSN കുട്ടികൾക്ക് പ്രത്യേക സഹായങ്ങൾ, അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നൽകാൻ തുടങ്ങി. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. സ്കൂൾ മാനേജ്മെന്റ് മുഖേന നാട്ടുകാരെയും രക്ഷിതാക്കളെയും സ്കൂളുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങി. ഇംപ്രൂവ്മെന്റ് ഇൻ റിട്ടൻഷൻ റൈറ്റ്സ്. അതായത് സൗജന്യ പാഠപുസ്തകങ്ങൾ, സൗജന്യ ഭക്ഷണം തുടങ്ങിയവർക്ക് സ്കൂളുകളിൽ കൊടുക്കുന്ന കാരണം കുട്ടികൾ പഠനം നിർത്താതെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ചാലഞ്ചസ് ഓഫ് SSA വഴി പുതിയ കുറെ അധ്യാപകരെ നിയമിക്കുകയുണ്ടായി. Challenges of RMSA, quality of education. ചില സ്കൂളുകളിൽ സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പോഴും ചില സ്കൂളുകളിൽ അവർക്ക് വേണ്ടത്ര ക്ലാസ് റൂംസ്, ലാബ്സ്, കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ടീച്ചർ ഷോർട്ടേജ് ആൻഡ് ആബ്സെന്റീസ്. സബ്ജക്റ്റിൽ കൂടുതൽ നോളജ് ഉള്ള ടീച്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അത് കുട്ടികളുടെ പഠനത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അധ്യാപകരുടെ കുറവ് വരെ കുട്ടികളുടെ എഡ്യൂക്കേഷനെ ബാധിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ്. എല്ലാ സ്കൂളുകളിലും ഒരുപോലെ പഠന നിലവാരം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പഠന നിലവാരത്തിൽ തുല്യതയില്ല. ഡ്രോപ്പ് ഔട്ട് ആൻഡ് ഇറഗുലർ അറ്റൻഡൻസ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുട്ടികൾ കൂടുതൽ അകലെ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. സോ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മോണിറ്ററിംഗ് ആൻഡ് എവല്യൂഷൻ ഇഷ്യൂ. ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത് ഒരുപോലെ നടപ്പിലാക്കാൻ പറ്റിയില്ല. സോ ബിക്കോസ് ദ മോണിറ്ററിംഗ് സിസ്റ്റം വാസ് വീക്ക്. മൾട്ടി-ഗ്രേഡ് ടീച്ചിങ്. ചില സ്കൂളുകളിൽ ഒരു അധ്യാപകർ തന്നെ എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ഇത് അവരുടെ പഠനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ലോ കമ്മ്യൂണിറ്റി അവയർനെസ്. ചില സ്ഥലങ്ങളിൽ രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലായിട്ടില്ല. സോ അവർക്ക് വേണ്ട അവയർനെസ് ഒന്നും കിട്ടിയിട്ടില്ല. Next, we are going to discuss the topic RMSA. മാർച്ച് 2009 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സെക്കൻഡറി സ്കൂളുകളിലുള്ള എഡ്യൂക്കേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് RMSA പ്രവർത്തിക്കുന്നത്. 15 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത്. അവരുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഫോർ ഹെഡ്സ് പറയുന്നത് ഫസ്റ്റ് വൺ ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡറി എഡ്യൂക്കേഷനിലാവുമ്പം കുട്ടികൾക്ക് ലാബുകൾ, യോഗ, എൻവയോൺമെൻറ്റ് മെത്തേഡ് എഡ്യൂക്കേഷൻ അതൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ഒളിമ്പിയാഡ്സ് ഇതുപോലെയുള്ള പ്രോഗ്രാമിലൊക്കെ നടക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കുള്ള ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ടീച്ചേഴ്സിൻ്റെ ഒരു പങ്ക് അവിടെ വലുതാണ്. സോ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കണം. നെക്സ്റ്റ് ICT ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇപ്പോൾ മിക്ക സ്കൂളുകളിലും ക്ലാസ്സസൊക്കെ സ്മാർട്ട് ക്ലാസ്സസ്, കൂടുതലും കമ്പ്യൂട്ടർ ലാബ്സ് ഒക്കെ ഉണ്ട്. സോ ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുക. ആക്സസ് ഇക്വിറ്റി. RMSA പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷനിലുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ്. സോ അതിൽ SC/ST മൈനോറിറ്റി, CWS എന്ന് പറഞ്ഞിട്ടൊക്കെ കുട്ടികൾ അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും.
അവരെ മാറ്റി നിർത്താതെ ചില കുട്ടികളൊക്കെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുണ്ടാവും. സോ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ മാറ്റി നിർത്താണ്ട്. ഇതിന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നാണ്. സോ നെക്സ്റ്റ്, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. മെന്റലി ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് SSL പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രൈമറി എഡ്യൂക്കേഷനാണ് ഇവിടെ. സെക്കൻഡറി സ്കൂളുകളിൽ മെന്റലി ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അതിൽ ഫോക്കസ് ചെയ്യുക. അച്ചീവ്മെന്റ്സ് ഓഫ് RMSA. ഇൻക്രീസ് ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ. RMSA വന്നതോട് കൂടിയിട്ട് പുതിയ സ്കൂളുകൾ പിന്നെയും കുറേ ഉണ്ടാകുന്നതാണ്. അതിലൂടെ കുട്ടികൾക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ കൂടുതൽ തുടങ്ങി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. പുതിയ ക്ലാസ് റൂംസ്, സയൻസ് ലാബ്സ്, കമ്പ്യൂട്ടർ ലാബ്സ്, ലൈബ്രറീസ്, അതുപോലെ തന്നെ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്സ് ഒക്കെ കുറേ നിർമ്മിച്ചു. ഫോക്കസ് ഓൺ ഗേൾസ് എഡ്യൂക്കേഷൻ. ഈ ബോധവൽക്കരണ പരിപാടികളിലൂടെയും അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആക്കിയതുകൊണ്ട് തന്നെ ഗേൾസ് കൂടുതലും സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികൾക്ക് അവർക്കായി വേണ്ട പ്രത്യേക ഉപകരണങ്ങളും സഹായങ്ങളൊക്കെ അവർക്ക് നൽകിയിട്ട് അവരെയും കൂടെ പഠനത്തിലേക്ക് കൊണ്ടുവരുകയാണ് ഇതിലൂടെ ചെയ്തത്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാൻ. കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ടീച്ചേഴ്സിനും അതിൻ്റെതായ പരിശീലനങ്ങൾ കിട്ടേണ്ടതുണ്ട്. സോ അധ്യാപകർക്ക് അതിൻ്റെ പരിശീലനങ്ങൾ കൊടുക്കുകയും കുട്ടികളിലെ പഠന പ്രവർത്തനങ്ങളിൽ ചേഞ്ചുകളൊക്കെ വരുത്തുകയും അതിൽ നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ളത്. യൂസ് ഓഫ് ICT സ്കൂൾ. കമ്പ്യൂട്ടറിന്റെ പഠനം പ്രോത്സാഹിപ്പിക്കേണ്ടത്. കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളിൽ എങ്ങനെയാണ് പഠനം ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആക്കുക, അതാണ് ഇവിടെ. റിഡക്ഷൻ ഇൻ ഡ്രോപ്പ് ഔട്ട് റേറ്റ്. കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങളൊക്കെ കാരണം കുട്ടികൾ പഠനം നിർത്താതെ തുടരാൻ ശ്രമിക്കുന്നു. ഇക്വിറ്റി ഇൻ എഡ്യൂക്കേഷൻ. സൊസൈറ്റി പരമായിട്ടും ജെൻഡർ പരമായിട്ടൊക്കെയുള്ള വ്യത്യാസങ്ങളൊന്നും കാണാതെ എല്ലാവർക്കും സമത്വം ഉറപ്പാക്കുക. എഡ്യൂക്കേഷനിലുള്ള സമത്വം എല്ലാവർക്കും ഉറപ്പാക്കുക. Challenges of RMSA. Infrastructure gap. ചില സ്കൂളുകളിലൊക്കെ ഇപ്പം സൗകര്യങ്ങൾ കുറവാണ്. എല്ലാ സ്കൂളുകളിലും അവർക്ക് വേണ്ടത്ര റൂംസും ലാബ്സും കമ്പ്യൂട്ടർ ഫെസിലിറ്റീസും ഒന്നും ഇല്ല. ടീച്ചേഴ്സ് ഷോർട്ടേജ്. സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിനൊന്നും സ്കൂളുകളിലേക്ക് കിട്ടുന്നില്ല. സോ അധ്യാപകരുടെ കുറവ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ നന്നായിട്ട് ബാധിക്കും. ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. തുല്യതയില്ലാത്തൊരു പഠന നിലവാരം വരുന്നുണ്ട്. അതായത് സ്കൂളുകളിൽ ഒരുപോലെ പഠന നിലവാരം ഉറപ്പാക്കാൻ കഴിയുന്നില്ല. ലോ എൻറോൾമെന്റ് റൂറൽ ഏരിയ. ദൂരെ പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കൊന്നും സ്കൂളുകളിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ അകലെ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ജെൻഡർ ഡിസ്പാരിറ്റി. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും പെൺകുട്ടികൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ള ഒരു വ്യത്യാസം അവിടെ വരുന്നത് കൊണ്ടാണ്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ധനസഹായം വൈകുന്നത് കൊണ്ട്, ചില പദ്ധതികൾക്കുള്ള ഫണ്ട് അതൊക്കെ വൈകുന്നത് കൊണ്ട് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകുന്നുണ്ട്. മോണിറ്ററിംഗ് ആൻഡ് എവല്യൂഷൻ ഇഷ്യൂസ്.
ചില സംസ്ഥാനങ്ങളിലൊക്കെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ശരിയായി നിരീക്ഷിക്കുന്നതിൽ കുറവ് വരുത്തുന്നുണ്ട്. നിരീക്ഷണത്തിലുള്ള ഒരു ദൗർബല്യമാണ് അവിടെ വരുന്നത്. ലിമിറ്റഡ് വൊക്കേഷണൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രയോജനപ്രദമായ പഠനാവസരങ്ങൾ വളരെ കുറവാണ്. തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കുറവ്.